Okay. Happy morning, dears. Happy morning. വീഡിയോയിൽ ഇല്ലാത്തവരൊക്കെ പെട്ടെന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് വരാം. നിമിഷ, ഹായ്, ഹാപ്പി മോർണിംഗ്. നിമിഷ, സഫീദ പുതിയ പാർട്ടിസിപ്പന്റ് ആണല്ലേ? മിനിയാന്നുണ്ടായിരുന്നു. പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ സഫീദ? സജിയ മാം, ഹാപ്പി മോർണിംഗ്. ജസ്നിയ, ഹാപ്പി മോർണിംഗ്. സംഷിത, ഹാപ്പി മോർണിംഗ്. അബിത, ഹാപ്പി മോർണിംഗ്. ഷിബില, ഷെയ്മ, ഫെമിന, ജുബിന, പെട്ടെന്ന് വരും. തനുജ, മനാൽ, സഫിയ, സുഹറ, ഷാനിബ, മുസി. വീഡിയോ ഓൺ ചെയ്തിട്ട് വരാം. ഹാപ്പി മോർണിംഗ് മൈമുന മാം. Happy morning. സഫീദ, നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? സഫീദക്ക് കേൾക്കുന്നില്ലേ? എന്റെ നെറ്റ് പ്രോബ്ലം നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോന്ന്? എവിടെന്നാണ്? അങ്ങനെ പറഞ്ഞിട്ടില്ല. മിനിയാന്ന് വന്നിട്ടുണ്ടായിനി വെക്കേഷന്. പരിചയപ്പെടുത്തിന കണ്ണൂര് പയ്യന്നൂരാണ്. നമുക്ക് 3 കുട്ടികളുണ്ട്. പിന്നെ ഇന്നലെ വരാൻ പറ്റിയിട്ട് സുഖം ഉണ്ടായിട്ടില്ല. ഓക്കെ, റെഡി അല്ലേ? ക്യാമറയുടെ ബാക്കിലിരിക്കുന്നവരൊക്കെ. ഷെയ്മ മാം വേഗം വരും. ഫെമിന, ജുബിന, തനുജ, സഫിയ, സുഹറ, മൂസി, മൂസിന പുതിയ പാർട്ടിസിപ്പന്റ് ആണല്ലോ. ഒന്ന് വീഡിയോയിൽ വന്നേ. മൂസിന, യെസ്. എവിടെ നിന്നാണോ ഒന്ന് പരിചയപ്പെടുത്താം. എന്ത് ചെയ്യുന്നു, എവിടെ നിന്നാണ്? മൈക്കോ. മലപ്പുറം വളാഞ്ചേരിയാണ്. ആഹാ, എന്റെ അടുത്താണല്ലോ. വളാഞ്ചേരി എവിടെയാണ്? വളാഞ്ചേരി ടൗണിലല്ല, മുക്കിലെപ്പടി എന്നത്. ടീച്ചറാണ്. ടീച്ചറാണ്. എവിടെയാ? IRS. ഓക്കെ, അപ്പൊ റെഡി? എല്ലാരും റെഡി ആണല്ലോ? റെഡി ആണെങ്കിൽ ഒന്ന് പവർ ആയിട്ട് കൺസൾട്ട് ചെയ്യും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. എല്ലാരും ചിരിക്കാൻ വേണ്ടിട്ട് റെഡി ആവാം. മാക്സിമം കൈ ഒന്ന് റബ്ബ് ചെയ്തിട്ട്, കൈ നന്നായിട്ട് റബ്ബ് ചെയ്യാം. റെഡി? റെഡി? ഓക്കെ, മൈക്ക് ഓൺ ചെയ്തോളൂ. മൈക്ക് ഓൺ ചെയ്തോളൂ എല്ലാവരുടെയും. മൈക്ക് ഓൺ ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് മൂസിന, സഫീദ, നമ്മൾ പൊട്ടിച്ചിരിക്കാൻ പോവാണ്. മാക്സിമം ഉറക്കെ അങ്ങ് ചിരിക്കാം കേട്ടോ. എത്രത്തോളം ചിരിക്കാൻ പറ്റും അത്രയും നിങ്ങൾ പൊട്ടിച്ചിരിക്കാം. ഓക്കെ, കുട്ടികൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിയിരുന്ന നന്നായിരുന്നു. ഓക്കെ, റെഡി? 3, 2, 1 സ്റ്റാർട്ട്. കൈയെടുക്ക വന്നിട്ട് ടപ്പ് ചെയ്യാം. പിന്നെ ഇങ്ങനെ പോകട്ടോ. താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസിൽ ഒത്തിരി സന്തോഷം. നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ ദാറ്റ്സ് ഗ്രേറ്റ്. സോ നമുക്ക് മെഡിറ്റേഷനിലേക്ക് മൂവ് ചെയ്യാം.
റിലാക്സ് ആയിട്ടിരിക്കുക. ഇനി മെഡിറ്റേഷനിൽ കംപ്ലീറ്റ് ചെയ്ത് സ്മൈൽ ഫേസോടെ ആവണം നിങ്ങൾ ഇരിക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ ഫേസിൽ ഇപ്പൊ വന്ന ഒരു സ്മൈൽ ഇല്ലേ, ആ സ്മൈല് കീപ്പ് ചെയ്യുക അവിടെ നീളം. ഗൗരവം വേണ്ട. ഓക്കെ സൽമ, റെഡി? കൈകള് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളുടെ കാലിന് തുടയിൽ വെക്കുക. നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന രൂപത്തിൽ ഇരിക്കുക. തല സ്ട്രൈറ്റ് ചെയ്ത് വെച്ച് നട്ടെല്ല് നിവർത്തി ഒരു പോസിറ്റീവ് പോസ്റ്ററിൽ നിങ്ങൾ ഇരിക്കുക. കാലുകൾ രണ്ടും തറയിൽ തട്ടിച്ച് പതിച്ചിരിക്കുക. ചമ്രം പടിഞ്ഞിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ കാലിനൊന്നും ബുദ്ധിമുട്ട് പെയിന് വരില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. കംഫർട്ട് ആവുന്ന പൊസിഷനിൽ ഇരിക്കുക. എന്തെങ്കിലും കുഷ്യന് മുകളിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ചെയറിൽ ഇരിക്കുക. ആൻഡ് ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത്. നോർമൽ ആയിട്ട് സാധാരണഗതിയിൽ നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാം. And slowly close your eyes. Take a deep breath. കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെച്ച് സാവധാനം ശ്വാസം പുറത്തുവിടാം. Again, take a deep breath. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് വായിലൂടെ ശ്വാസം പുറത്തുവിടാം. ഒരിക്കൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിലെ സകല പോസിറ്റീവ് എനർജിയും നിങ്ങളുള്ളിലേക്ക് എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം. ആ പോസിറ്റിവിറ്റി നിങ്ങളുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് നിറയട്ടെ. ആൻഡ് സ്ലോലി ബ്രീത്ത് ഔട്ട്. ശ്വാസം പുറത്തുവിടുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള വേദനകൾ, അസ്വസ്ഥതകൾ, എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഒരു 3 times ഇത് റിപ്പീറ്റ് ചെയ്യാം. പോസിറ്റിവിറ്റി ഉള്ളിലേക്ക് എടുക്കുക, ആൻഡ് നെഗറ്റീവ് പുറത്തേക്ക് കളയാം. Again, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വിത്ത് എ പോസിറ്റീവ് സ്മൈൽ. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ ശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക. ആ ശ്വാസം നിങ്ങളുടെ സ്മൈൽ നിങ്ങളുടെ ശരീരം മുഴുവനായിട്ട് നിറയട്ടെ. നിങ്ങളുടെ തല മുതൽ കാൽപാദം വരെ പുഞ്ചിരി നിറയുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ കണ്ണുകൾ ചിരിക്കുന്നു, നിങ്ങളുടെ കവിളുകൾ ചിരിക്കുന്നു, നിങ്ങളുടെ ചുണ്ടുകളിൽ ചിരി വിടരുന്നു, നിങ്ങളുടെ കണ്ണുകൾ ചിരിക്കുന്നു. യെസ്, ബ്യൂട്ടിഫുൾ. കീപ് സ്മൈൽ. സുന്ദരമായ പുഞ്ചിരി നിങ്ങളുടെ ഫേസിൽ നിറഞ്ഞിരിക്കുന്നു. ആ സ്മൈൽ കംപ്ലീറ്റ് നിങ്ങളുടെ ബോഡി മുഴുവനായിട്ട് നിറയുന്നതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ കൈകള്, നെഞ്ച്, വയറ്, ജെനറ്റിക്കൽ ഏരിയാസ്, ഹിപ്പ്, കാലിന്റെ തുടകള്, കാൽമുട്ട്, 2 കാൽപാദങ്ങൾ വരെ ആ സ്മൈൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. യെസ്, യു ആർ സ്മൈലിംഗ്. You are smiling. You are smiling. Beautiful. Yes. 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 നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും ഇപ്പോൾ സ്മൈൽ എനർജി നിറഞ്ഞിരിക്കുകയാണ്. You are smiling. സോ നിങ്ങളുടെ ചുറ്റിനും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇടപഴകുന്ന ഓരോ വ്യക്തികളും നിങ്ങളോട് സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ്, യെസ്, യെസ്. യുവർ ബോഡി ഈസ് കംപ്ലീറ്റ്ലി സ്മൈലിംഗ്.
And your life is smiling. Your life is smiling. Yes. 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 നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും ഇപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലയും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, യെസ്. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൈലിനെ അറിയാം. നിങ്ങളുടെ ഫേസിൽ പൂർണ്ണമായിട്ടും ആ സ്മൈല് കൊണ്ടുവരിക. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ സ്മൈലിനെ ആസ്വദിക്കാം. യെസ്, 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 യെസ്. ബ്യൂട്ടിഫുൾ. ഈ സ്മൈലിന്റെ പവർ കൊണ്ട് നിങ്ങളുടെ ലൈഫില് നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുള്ളിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ പുറത്തേക്ക്, ദൂരേക്ക് ദൂരേക്ക് ഒരു കറുത്ത പുകയായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എഗെയിൻ നിങ്ങൾ ബോഡി ഒബ്സർവ് ചെയ്യുക. എവിടെയെങ്കിലും ആ നെഗറ്റീവ് ഇമോഷൻസ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിൽ നിന്ന് ദൂരേക്ക് 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 ഒരു കറുത്ത പുകയായിട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ഫീൽ നിറയുന്നു. ഗ്രാറ്റിറ്റ്യൂഡിന്റെ വൈബ്രേഷൻ നിറയുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിപ്പോൾ ഈ ഇരിക്കുന്ന മൊമെന്റ് വരെ ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു ഫോർ എവറിത്തിങ്. ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിന്, ഞാൻ എടുക്കുന്ന ശ്വാസത്തിന്, എനിക്ക് കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നതിന്, കുടിക്കാൻ എനിക്ക് വെള്ളം ലഭിക്കുന്നതിന്, നല്ല ആരോഗ്യമുള്ള മക്കളെ എനിക്ക് നൽകിയതിന്, എൻ്റെ കുടുംബത്തിന് എനിക്ക് നൽകിയതിന്, എൻ്റെ ഭർത്താവിന് എനിക്ക് നൽകിയതിന്, ഈ ഉമ്മയുടെ ഉപ്പയുടെ മകളായിട്ട് എനിക്ക് ജനിക്കാൻ സാധിച്ചതിന്, താമസിക്കാൻ ഒരു വീട്, കിടക്കാൻ ഒരു ബെഡ് ഒക്കെ എനിക്ക് നൽകിയതിന്, എനിക്ക് സമ്പാദ്യം നൽകിയതിന്, എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് ഗോഡ്. താങ്ക് ഗോഡ്. ഈ ഒരു നിമിഷം എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നതിന്, ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് ഗോഡ്. താങ്ക് ഗോഡ്. ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫീലിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ നിങ്ങൾക്കൊന്ന് കാണാം. നിങ്ങളാവാൻ ആഗ്രഹിക്കുന്ന ജീവിതം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹിച്ച നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കുറച്ച് സമയം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് ജീവിക്കാം. അതൊക്കെ നടന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ജീവിക്കാം. ആത്മാർത്ഥമായിട്ട് അതിനൊക്കെ താങ്ക്സ് പറയാം. അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. ഈ സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയതിന്, ഞാൻ ആഗ്രഹിച്ച ഈ ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റുന്നതിന്, എൻ്റെ സുന്ദരമായ വീട്, മക്കൾ, കുടുംബം, സമ്പത്ത്, എൻ്റെ ജോലിയിലെ അംഗീകാരങ്ങൾ, എനിക്ക് ലഭിക്കുന്ന പ്രശംസകൾ, എല്ലാത്തിനും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സന്തോഷം നിങ്ങളെ ഫേസിൽ കൊണ്ടുവരാം. നിങ്ങൾ അതൊക്കെ അച്ചീവ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളതൊക്കെ നേടിയിരിക്കുകയാണ്. ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ബോഡിയിൽ കൊണ്ടുവരിക. ആൻഡ് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു ഫോർ എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാം.
I love myself. I accept myself. And I forgive myself. എനിക്ക് എൻ്റെ സ്വപ്നങ്ങളിൽ വിശ്വാസമുണ്ട്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എൻ്റെ സ്വപ്നങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് എൻ്റെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള കഴിവും സർഗശക്തിയും എനിക്കുണ്ട്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കുന്നതിനുള്ള, എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിനുള്ള ശക്തി എനിക്കുണ്ട്. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ധനം, ആരോഗ്യം, അറിവ്, അംഗീകാരം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. കൂടെ പറയാം. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ധനം, ആരോഗ്യം, അറിവ്, അംഗീകാരം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. Every day, in every way, I am getting better and better. Every day, in every way, I am getting better and better. Every day, in every way, I am getting better and better. Thank you, myself. Thank you so much. Thank you, God. Thank you, universe. Thank you for everything. Take a deep breath. Let the positive smile. And slowly breathe out. Again, take a deep breath. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ ശ്വാസമുള്ളിലേക്ക് എടുത്ത് സാവധാനം വായിലൂടെ ശ്വാസം പുറത്തിടാം. സ്മൈലോടുകൂടെ ഈ പ്രപഞ്ചത്തിലേക്ക്, പ്രകൃതി സുന്ദരമായ അവസ്ഥയിലേക്ക് നമുക്ക് നല്ല കണ്ണുകൾ തുറക്കാം. Slowly open your eyes. Take on your time. Welcome back. Thank you so much, dears. Thank you, Shibla. Thank you, Shaima. Thank you, everything. Thank you, Rinsha. Thank you, Shaniba. Thank you, Safida. Thank you, Shainima. Thank you, Salma. Thank you, Sura ma'am. Thank you, Safia ma'am. Thank you, Musina. Thank you, Maimuna ma'am. Thank you, Jasnia. And thank you, everyone. താങ്ക് യു സോ മച്ച്. വളരെ പവറായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ ഇരിക്കാനും അത് ചെയ്യാനും സാധിച്ചതിന് സൃഷ്ടാവിനോട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് ഗോഡ്. താങ്ക് യു ഷൻഷ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ചെറിയതായിട്ടൊന്നൊരു വാമപ്പ് ചെയ്യാവുന്ന കേട്ടോ. ഓക്കെ, നിങ്ങളെ ടാസ്കുകൾ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ യോഗ പ്രാക്ടീസ് ഉണ്ടായിരിക്കും. ആ ദിവസങ്ങളൊക്കെ ടാസ്കുകൾ നിങ്ങൾ സമയത്തിന് എടുത്തിട്ട് ചെയ്ത് രാത്രിക്ക് മുന്നായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഗ്രൂപ്പിൽ. ഓക്കെ, റെഡി? റെഡിയാണല്ലോ? ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിപ്പം ഗ്രാറ്റിറ്റ്യൂഡ്, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്, അഫോർമേഷൻ, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ, ഈ 5 പ്രോസസ്സിങ്ങിലൂടെയാണ് ഈ ഒറ്റ മെഡിറ്റേഷനിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഓക്കെ, ഫോർഗിവ്നെസ് ഉൾപ്പെടെ 6 പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്നാലും എഴുതാനുള്ള സമയം കൂടെ കൊടുത്തിട്ട് നിങ്ങൾ അതുകൂടെ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ടു ഡു ലിസ്റ്റ് ഉൾപ്പെടെ നിങ്ങൾ ചെയ്തിട്ട് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. റെഡിയാണല്ലോ? റെഡിയാണല്ലോ? ഓക്കെ, അപ്പൊ ഒന്ന് Yes, ma'am. ഇരുന്നോളൂ. Yeah. ചെറിയ രീതിയിലൊരു വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടിരിക്കാം. ഓക്കെ, എല്ലാവരും വീഡിയോയിൽ വരികയാണെങ്കിൽ നിങ്ങളൊക്കെ കാണായിരുന്നു. ഹിസ, ഇതാരാണ്? ഹിസ. ഹിസ, ഹായ് സഫിയ. എന്നെ മഞ്ചായിട്ട് ഇരുന്നിട്ട് ആ ക്യാമറയുടെ ബാക്കിൽ ഇരിക്കുന്നത്. അല്ല, ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് വരാന്ന് കരുതിയിട്ട്. ഹിസ, ഹിസ പെട്ടെന്നൊന്ന് വീഡിയോയിൽ വരൂ. നിങ്ങൾ ആരാണ്, എന്താണെന്ന് പരിചയപ്പെടുത്തും. ഹിസ, are you there?
അറ്റ്ലീസ്റ്റ് മൈക്ക് ഓൺ ചെയ്ത് നിങ്ങൾ സംസാരിക്കെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് വരും കേട്ടോ. ഫെമിന, ഷെയ്മ, ഷിബില സെറ്റ് അല്ലേ? നിങ്ങളവിടെ ഉണ്ടല്ലോ. ഷംന, ജംഷിയ. ഓക്കെ, ഇവിടെ ഉണ്ട് മാം. അവിടെ ഉണ്ട്. ഓക്കെ, ഹിസ. കുറച്ചായിട്ട് പനിയായിരുന്നു, ആ, അതാ കേറാഞ്ഞ്. ഓക്കെ. നല്ല അഫോർമേഷൻസ് കൊടുക്കും. പനി പെരുന്നാള് കഴിഞ്ഞ ശേഷം എന്നും പനി തന്നെ. ആ, ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷനും തലവേദന ഇരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഈ ടൈമില് കേറാൻ പറ്റൂല. മോൻക്കും അതേപോലെ തന്നെ. വേഗം സെറ്റ് ആവട്ടെ. ഓക്കെ, റെഡി? കൈയൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് കൈയിന്റെ ഈ സൈഡിലൂടെ കൈ ഒന്ന് ഇങ്ങനെ കൊടുത്തേ, വിരലുകൾക്കിടയിലൂടെ കൈ ഒന്ന് ഇങ്ങനെ. ആൻഡ് സൈഡിൽ റബ്ബ് ചെയ്യാം. എനർജി ആക്ടിവേറ്റിംഗ് പോയിന്റ്സുകളാണ് ഇതൊക്കെ കേട്ടോ. ചാടി ഓടി ജിമ്മിലൊന്നും പോയി ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എനർജറ്റിക് ആയിട്ടിരിക്കാൻ സാധിക്കും. ആൻഡ് സ്റ്റാപ്പ് ഹിയർ. റെൻഷിയുടെ നെറ്റ്വർക്ക് സ്ലോ ആണ് അല്ലേ? ഇവിടെ എത്തി നമ്മള്. ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ആൻഡ് കൈ ഒന്ന് ബാക്കിലേക്ക് വളരെ സ്ലോ ആയിട്ടൊന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ഇരിക്കുന്ന പൊസിഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഷോൾഡർ, അതുപോലെ പ്രത്യേകിച്ച് ലേഡീസിന് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ ഇങ്ങനെ എപ്പോഴും ഫാറ്റ് വന്നു കൂടും അല്ലെ? അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യും. ഒരു 20 ടൈംസ് കേട്ടോ. ഇനി ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് കൈ കൂട്ടിയിട്ട് വന്നേ. ഇവിടുന്ന് ഒരു വെയിറ്റ് ഉള്ള സാധനമാണ് നമ്മൾ ഇങ്ങനെ തള്ളി നീക്കുന്നത് എന്നുള്ള പോലെ ഒന്ന് കൊണ്ടുപോയൊക്കെ. ഒരു വെയിറ്റ് ഉള്ള സംഭവമാണ്. നമ്മളെ മുന്നിൽ എന്തോ ഒരു വെയിറ്റ് ഉണ്ട്, അതിങ്ങനെ തള്ളി 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 ബാക്കിലേക്ക് കൊണ്ടുപോകാം. ബാക്കിൽ മാക്സിമം അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഇങ്ങനെ ഇവിടുന്ന് എടുക്കുമ്പോൾ നിങ്ങൾ ശ്വാസം എടുത്തോണ്ടിരിക്കും. ബാക്കിലേക്ക് കൊടുക്കുമ്പോൾ ശ്വാസം വിടണം. ഓക്കെ, ഓക്കെ. കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒരു ലോക്ക്. ആൻഡ് ഇവിടെ നിന്ന് താഴെ, നമ്മുടെ ബ്രസ്റ്റിന്റെ താഴെ നിന്ന് മുകളിലേക്ക് കൈ പൊക്കാം. ഇതും ഇതുപോലെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. താഴെ നിന്ന് എടുക്കുമ്പോൾ ശ്വാസം എടുത്തിട്ട് മുകളിൽ പോകുമ്പോൾ ശ്വാസം പുറത്തു വിടാം. സ്മൈലോട് കൂടെ ചെയ്യാം കേട്ടോ. സ്മൈൽ ഫേസും കൂടെ കൊണ്ടുവരാം. ബാക്കിക്ക് എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യും. ഓക്കെ, കൈ ഫ്രണ്ടിലേക്ക് നീട്ടി പിടിക്കാം. മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് വൈഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും അത്രയും ബാക്കിലേക്ക് കൊടുക്കുക.
ആൻഡ് നിങ്ങളുടെ കൈ റബ്ബ് ചെയ്തിട്ട് നിങ്ങളുടെ നെക്കൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നെക്കിന്റെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും. ഇത് നിങ്ങളുടെ ബാക്കിലൂടെ നിങ്ങളുടെ നട്ടെല്ലിന്റെ ആ ഒരു ഭാഗത്തൂടെ താഴെ വരെ ഹിപ്പ് വരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഹിപ്പ് സൈഡിൽ നന്നായിട്ടൊരു മസാജിങ് കൊടുക്കുക. എഗെയിൻ സ്റ്റാർട്ട് ചെയ്യുക. കൈ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിലൂടെ കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്യുക, നിങ്ങളുടെ ബാക്ക് സൈഡൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഹിപ്പിൽ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. എഗെയിൻ നട്ടിൽ തൊട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യുക, താഴെ വരെ പോട്ടെ. ഓക്കെ, ഇനി ഒരു ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് അതിങ്ങനെ അങ്ങനെ വലിച്ചെടുക്കുക. വിടുന്ന സമയത്ത് കട്ട് കട്ട് കട്ട്. ഓക്കെ, വായിലൂടെ എങ്ങനെ ശ്വാസം പുറത്തു വിടും. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് വയറിന്റെ ഭാഗത്തേക്ക് കൊടുക്കുക. വയറിങ്ങനെ ഇങ്ങനെ 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 പൾപ്പിറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കും. ഇനി അത് മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്ത് വിടുക. മൂക്കിലൂടെ എടുത്ത് മൂക്കിലൂടെ തന്നെ ശ്വാസം അങ്ങനെ പീസ് 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 ആയിട്ട് പുറത്ത് വിടുക. ഫോക്കസ് വയറിന്റെ ഭാഗത്തേക്ക്. 5 ടൈംസ് ചെയ്യാം. ഓക്കെ, കുറച്ച് സമയം കണ്ണടച്ചിട്ട് ഒന്ന് ബോഡി റിലാക്സ് ആക്കുക. ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുത്ത് കണ്ണടച്ചിരുന്ന് എടുത്തതിനേക്കാൾ ഡബിളായിട്ട് അത്രയും ടൈം എടുത്തിട്ട് സ്ലോല ശ്വാസം പുറത്തു വിടുക. ബോഡിയുടെ വൈബ്രേഷൻ ഒന്ന് ഫീൽ ചെയ്യാം. താങ്ക്സ് പറഞ്ഞുകൊണ്ട് കണ്ണു തുറക്കാം. നിങ്ങളുടെ ബോഡിക്ക് താങ്ക്സ് പറയാം, നിങ്ങളുടെ ക്രിയേറ്ററിന് താങ്ക്സ് പറയാം, ഈ സിറ്റുവേഷന് താങ്ക്സ് പറയാം. And open your eyes. Come back. Okay, let's wind up. എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു മാം. അടിപൊളി. താങ്ക് യു. എന്താ പറയാ, ഓക്കെ, വേർത്താരെങ്കിലും ഒരു മാസം പഴയ ആ ഒരു മോഡലോട്ടെത്തി. ഓക്കെ, യെസ്. അപ്പോ ഇനി നമുക്ക് വീക്കിലി 2 ഡേയ്സ് ഈ ഒരു പ്രാക്ടീസിലൂടെ 2 or 3 ഡേയ്സ് നമ്മളിങ്ങനെ പ്രാക്ടീസിലൂടെ പോകും കേട്ടോ. അപ്പം അതിനുള്ള സെറ്റായിട്ട് വരിക. ചില ദിവസങ്ങൾ നമ്മൾ നിലത്തിരിക്കും, തറയിലൊക്കെ ഇരുന്നിട്ട് യോഗ മാറ്റിലൊക്കെ ഇരുന്നിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ഉണ്ടാവും. അപ്പം തലേന്ന് നിങ്ങൾക്ക് അറിയിക്കും എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പം അതിനനുസരിച്ച് റെഡി ആയിട്ട് വരിക. ഓക്കെ, ടാസ്കുകൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. ഗ്രൂപ്പിൽ നിങ്ങളുടെ എല്ലാവരും 30 പേരുണ്ട്. 30 പേരുടെയും റെസ്പോൺസ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് 5M ക്ലബിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ടാസ്ക് കംപ്ലീറ്റഡ്. ആരും ഇൻറ്റു മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവരും ഗ്രീൻ ടിക്ക് കൊടുക്കുക. ബിക്കോസ് വെറുതെ കൊടുക്കല്ല കേട്ടോ, ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾക്കും വേണ്ടിയിട്ടാ, നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്. വേറെ ആർക്കും നിങ്ങൾ ടിക്കിട്ടാലും ഇല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെ? ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ ആളുകൾ നമ്മളോട് വന്നു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരാൻ പോകുന്നത് നിങ്ങൾക്ക് മാത്രമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ അത് നിങ്ങൾ
ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് എത്ര കാലം നമ്മൾ ജീവിച്ചു, ഏകദേശം ഒരു 25ന്റെ മുകളിൽ ഇരിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരൊക്കെ. 10-25 കൊല്ലം എങ്ങനെയൊക്കെയോ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഈ നമ്മളെന്ന വ്യക്തിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ അത് ഉറപ്പായിട്ടും നമ്മുടെ കുടുംബത്തിൽ മാറ്റം ഉണ്ടാവും. അതിലൂടെ നമുക്ക് സൊസൈറ്റിയിൽ നമുക്ക് വേൾഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിന് നമുക്ക് സാധ്യമാണെങ്കിൽ ആദ്യം ആര് മാറണം? ഞാൻ മാറണം. ആ ഒരു ഡിസിഷൻ നിങ്ങൾ ഓരോരുത്തരെടുത്ത് നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ള സമയം കൊടുക്കുക. 24 മണിക്കൂറിൽ ഇവിടെ ഇരിക്കുന്ന ഒരു അരമണിക്കൂറും രാത്രിയിൽ ചിലപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കൊടുത്താൽ ബാക്കി 23 നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്തൂടെ? അതിൽ കുറച്ച് സമയം നിങ്ങൾ ഉറങ്ങാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 7 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഉറങ്ങാനുള്ള സമയം, അറ്റ്ലീസ്റ്റ് 6 നിങ്ങൾ ഉറങ്ങുക. 6 കുറഞ്ഞു പോകരുത്. ആ സമയം നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു മാറ്റം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ള തീരുമാനത്തോടു കൂടെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആക്റ്റീവായിട്ട് ഗ്രൂപ്പിൽ സംസാരിച്ചു തുടങ്ങി നല്ലൊരു മോഡിലേക്ക് പവറായിട്ട് നിങ്ങൾ വരാം. ഓക്കെ, റെഡിയാണോ? സംസാരിക്കാനുള്ള ചാൻസ് നിങ്ങളുടെ ലേഡീസ് ഓൺലി ഗ്രൂപ്പിലാണ്. അവിടെ നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങളുടെ ഹാപ്പിനെസ് എന്തും നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാം. മാക്സിമം സങ്കടങ്ങൾ പറയുന്നതിലപ്പുറത്തേക്ക് സന്തോഷം പറയാനുള്ള അവസരങ്ങളാക്കി മാറ്റാം. സങ്കടങ്ങൾ എത്രത്തോളം നമ്മൾ പറയുന്നു അത്രത്തോളം സങ്കടങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ചില ആളുകൾ ഉണ്ടായിരിക്കും, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ സങ്കടങ്ങൾ ഇങ്ങോട്ട് പറയും. അപ്പൊ എല്ലാവരും അയ്യോ പാവം എന്തു പറ്റി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അവർക്ക് കിട്ടുന്നത് സിമ്പതിയാണ്. അവരതിലൂടെ എന്ത് ചെയ്യും? അതാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലപ്പുറത്തേക്ക് ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ ഓ കൺഗ്രാചുലേഷൻ മാം, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് ഹാപ്പി ഹോർമോൺ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കാം. സങ്കടങ്ങൾ അതിൻ്റെ ഒരു ടേക്ക് ഇറ്റ് ഈസി മോഡിലേക്ക് വിടുക, ഒരു സറണ്ടർ ചെയ്യുക, ബോഡിക്ക് വിട്ടുകൊടുക്കുക, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതിലൂടെ നിങ്ങൾ അങ്ങ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ വൈക്കങ്ങ് സെറ്റ് ആയിക്കോളും. ഈവൻ നിങ്ങൾക്ക് എന്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ബോഡിക്കൊന്ന് സെറ്റ് ആവാനുള്ള സമയമാണ്. അതിന് ഞാൻ ഒന്ന് ഫ്രീ ആക്കി വിടാം, അത് റെഡി ആയിക്കോളും ഷുവർ. എനിക്ക് ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് ഭയങ്കര വയറുവേദനയായിരുന്നു. ഭയങ്കര വയറുവേദന. ഞാൻ രാത്രി കിടക്കുമ്പോൾ നല്ല തലവേദനയും. അപ്പോ ഞാന് രാവിലെ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? പെട്ടെന്ന് ഇപ്പൊ ഈ സമയത്ത് ആരെയും വിളിച്ചിട്ട് ഏൽപ്പിക്കാനും വയ്യല്ലോ, എന്ത് ചെയ്യും? പക്ഷെ ഞാൻ അത് നടക്കും, സമയം ഉണ്ട്. 5:45 വരെ സമയമുണ്ടല്ലോ, അതിനുള്ളിൽ അത് സെറ്റ് ആവും എന്നുള്ള മൈൻഡിൽ ഒറ്റ വിശ്വാസം. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് ക്ലിയർ ആയിപ്പോട്ടെ. ഞാൻ ഇപ്പൊ ഇത്രയും സമയം നിങ്ങളെ മുന്നിൽ അങ്ങനെ ഒരു ഫീലേ ഇല്ലാതെ ഞാൻ ഇരുന്നു. അപ്പൊ ഞാനിപ്പോ ആലോചിക്കാം, എന്ത് വയറുവേദനയായിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നത്. അത് കംപ്ലീറ്റ് അങ്ങ് പോയി. ആ ഒരു മോഡലിലേക്ക് നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ സെറ്റാണ്. ഓക്കെ, എനിവേ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സീ യു ടുമോറോ. ഫീഡ്ബാക്ക് നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കാം. Thank you, ma'am. താങ്ക് യു Thank you, thank you, thank you. Thank you, ma'am. താങ്ക് യു Ma'am. Thank you. You, ma'am. മച്ച്. Thank you, ma'am. താങ്ക് യു സഫിയ മാം. Thank you, ma'am. താങ്ക് യു നോർച്ച മാം. Thank you, ma'am. Thank you. താങ്ക് യു സംശിത. താങ്ക് യു. ഞാൻ സുന്ദരിയായിട്ട് Thank you. ഞാൻ ഇന്നും ഞാൻ സുന്ദരിയാണ്. താങ്ക് യു സോ മച്ച്. Thank you. താങ്ക് യു നിഷ. Thank you, ma'am. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുര മാം. താങ്ക് യു അബിത. Thank you, ma'am. താങ്ക് യു സത്യ. ഓക്കെ, അപ്പൊ എല്ലാവരുടെ ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിൽ വരണം കേട്ടോ. എന്നാലും കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവരുടെ ഫീഡ്ബാക്ക് ഒക്കെ വരട്ടെ. എനിവേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.